ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നു. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് എൻ്റെ ഒരു മീ ടൈം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. മീ ടൈം എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾക്ക്, എൻ്റെ ടൈം എനിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ് മീ ടൈം എന്നുള്ളത്. ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരം എന്തോ ഒരു മൂഡിയായിരുന്നു. ഭയങ്കരം എന്തൊക്കെയോ വിഷമാണോ ടെൻഷനാണോ എന്തൊക്കെയോ ഒരവസ്ഥയായിരുന്നു. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം PMS ആണ്. അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മൾ മെൻസസിൻ്റെ മുമ്പ് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാ തരത്തിലും വരാറുണ്ട്. ഫിസിക്കലി വരാറുണ്ട്, പെയിന്, അതുപോലത്തെ ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് അങ്ങനെ വരാറുണ്ട്. അതുപോലെ പിന്നെ മെൻ്റലി ഭയങ്കര ഡൗൺ ആയ പോലെയോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് എനിക്ക് കുറച്ചൊന്ന് വെറുതെ ഇരിക്കണം എന്ന് തോന്നിയ ഒരു ദിവസമാണ്. ഒരു ചായ കുടിക്കണം, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താണ് ഇഷ്ടം, അത് ചെയ്താലാണ് എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് മാറാൻ പറ്റുന്നത്. അതായത് നമുക്കൊരു വിഷമം ഉണ്ടായി, അതൊരു ടെമ്പററി വിഷമമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, അതായത് ഒന്നത് അതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ബെറ്റർ ആവും. കംപ്ലീറ്റ്ലി മാറുന്നു പറയുന്നില്ല, പക്ഷെ ബെറ്റർ ആവും. അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വാക്കിനൊക്കെ പോയി അങ്ങനെയൊക്കെ ആയാൽ മൈൻഡ് സെറ്റാവും എന്നുള്ള രീതിയിൽ ഇറങ്ങിയേക്കുന്നത്. നമ്മളിങ്ങനെ ഓട്ടമല്ലേ, ഫുള്ള് ഓട്ടമാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, വർക്ക് കാര്യങ്ങൾ, തിരക്ക്, വീട്ടിലെ കാര്യം ഒക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് ഭയങ്കര, നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ മൈൻഡ് ഭയങ്കര പ്രോബ്ലം ആയിരിക്കുമല്ലോ, ഫ്രസ്ട്രേറ്റഡ് ആയി ഒക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് കാമായിട്ട് കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നത്. വീഡിയോ കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാം. അപ്പോൾ എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും അതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നതാണ്. ഇത് മുമ്പ് ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം മീ ടൈം എന്ന് പറയുന്നത് മീ ടൈം തന്നെയല്ലേ എന്നുള്ളത് ആണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത്തവണ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പോൾ അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യാനും കുറച്ച് റിലാക്സ് ആവാനും കുറച്ച് കൂളാവാനും പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാനൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴേ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ബസ്സിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ ഞാൻ എപ്പോഴും ചായ കുടിക്കാറുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ചായക്ക് വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒന്നും കഴിക്കാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇപ്പം വരും, കടിയൊക്കെ ഇപ്പം വരും, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കടി വന്നു. എന്നിട്ട് ഞാൻ അതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കഴിച്ചു. കൂടുതലായിട്ടൊന്നും കഴിക്കില്ല, ഒരു സ്നാക്സ് എന്തെങ്കിലേ കഴിക്കുള്ളൂ. പക്ഷെ അതെനിക്ക് തരുന്ന ആ ഒരു ചായ, ആ ഒരു സ്നാക്സ് എന്നൊക്കെ ഉള്ളത് എനിക്ക് എന്തോ ഒരു സന്തോഷവും ഒരു സമാധാനവും ആ ഒരു മൈൻഡ് ഒരു സെറ്റാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പിന്നെ പാർക്കിൽ പോയി, തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. അങ്ങനെ പാർക്കിലൊക്കെ പോയി അവിടുന്ന് കുറേ പേരെ കണ്ടു. ഒരു കനാലിൻ്റെ സൈഡിലായിട്ടാണ് പാർക്ക് വരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം റിലാക്സ് ആയിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് നേരം വെറുതെ ഇരുന്നു. അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് 9 മണിയൊക്കെ ആയി. 9 മണിയാകുമ്പോഴാണ് പാർക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം 8:45 ആയി. ഞാൻ അവിടെ നിന്ന് അങ്ങനെ മെല്ലെ ഇറങ്ങി. അങ്ങനെ
വീട്ടിലേക്ക് പോയി. അതാണ് ഇന്നത്തെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു മീ ടൈം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം കേട്ടോ. എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടോ, എന്തൊക്കെയൊക്കെ ചേഞ്ചസ് വേണോ ഒക്കെ ഉള്ളത് ഒന്ന് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.